ആരാണ് വാസ്തവത്തിൽ മൂന്നാറിൽ ജീവിക്കുന്നത്? രേഖകളിൽ ഒന്നും തന്നെ മൂന്നാർ ഇല്ല. പ്രധാനപ്പെട്ട രേഖകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മാതിരി മൂന്നാറിൽ 3 കാലഘട്ടങ്ങളിൽ ജനങ്ങൾ കുടിയേറി പാർത്തിട്ടുണ്ട്. അത് ആദ്യത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഹിസ്റ്ററി ഇപ്പൊ നമുക്ക് തപ്പിയാലും കിട്ടില്ല. അതുപോലെയാണ് പ്ലാന്റേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആധുനിക അടിമകളല്ല, അന്ന് അടിമകളായിരുന്നു. അവരെ തമിഴ്നാട്ടിൽ വരണ്ട ഭൂമികളിൽ നിന്ന് കൊണ്ടുപോകുന്നു. ഞാൻ വായിച്ച ഒരു പുസ്തകമുണ്ട്, ഞാൻ എപ്പോഴും ആ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ പറയും. റെഡ് ടീ എന്ന് പറയും. അത് GH ഡാനിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ് വാൽപ്പാറയിൽ തൊഴിലാളികളുടെ അവസ്ഥയെക്കുറിച്ച് എഴുതുന്നത്. പുള്ളി പറയണത് இந்த തേയിലക്കാടുകളെ തേയിലക്കാടുകളാക്കുവதற்காக സ്വന്തം രക്തത്തെയും വിയർവയും வாழ்க்கையும் കൊടുത്തു പോണ 1000 അപ്പാവികളിൻ കണ്ണീരിലിരുന്നും വിയർവയിലിരുന്നും രക്തത്തിലിരുന്നും இந்த തേനീർ ഉരുവാണത് എന്ന് പറഞ്ഞിട്ട് ഒരു ചായ കോപ്പി വെച്ചിട്ട് നല്ലൊരു ഇത്. അപ്പോൾ ഞാൻ കുറേ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജനങ്ങൾക്ക് ഒരു ചരിത്രമില്ലല്ലോ. വാൽപ്പാറയിൽ തൊഴിലാളികൾ സമൂഹത്തിൽ അല്ല, ഡോക്ടർക്ക് എഴുതാൻ പറ്റി, അത് നല്ല രീതിയിൽ മുരുകവേൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് വിവർത്തനം ചെയ്യാൻ പറ്റി. പരദേശി എന്ന സിനിമയായിട്ട് അത് വന്നിട്ടുമുണ്ട് തമിഴിൽ. അപ്പോൾ മൂന്നാർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടൂറിസ്റ്റ് മേഖല, ഇതിന്റെ ഉള്ളറകളിലെ ജീവിതം എവിടെയുമേ ചർച്ച ചെയ്യപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് എഴുതി രേഖപ്പെടുത്തണമെന്ന് എനിക്ക്